കഥയുടെ തുടക്കത്തിൽ കഥാനായികയായ സൂസിയാണ് കാണിക്കുന്നത്. അവളുടെ മാനേജറായ സൂജിൻ അവൾക്കൊരു ദൗത്യത്തിനായി അയക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും കോടീശ്വരനായ ഷേൻ എന്ന മാഫിയക്കാരൻ്റെ രഹസ്യമായി ഒരു ഫോട്ടോ എടുക്കുക എന്നതാണ്. കാരണം ആരും ഷേനെ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ അയാൾക്ക് ആൺകുട്ടികളോട് ഇഷ്ടമാണെന്നും അവർ അവിടെ തന്നെ ഉണ്ടാകുമെന്ന് കിംവാദങ്ങൾ പരന്നുണ്ട്. അതുകൊണ്ട് അവൻ സൂസിയോട് അവരിലൊരാളായി വേഷം മാറി പോയി അവൻ്റെ ഫോട്ടോ എടുക്കാനായി പറയുന്നു. പക്ഷേ അവൾക്ക് പേടിയാണ്, ഷെയ്നെങ്ങാനും തന്നെ തിരിച്ചറിഞ്ഞാൽ എന്താകുമെന്ന്. എന്നാൽ മാനേജർ അവളെ തിരിച്ചറിയില്ല എന്ന വിശ്വാസത്തോടെ അയക്കുന്നു. അങ്ങനെ സൂസി ആൺവേഷമെല്ലാം കെട്ടി ദൗത്യത്തിനായി എത്തുന്നു. ഷെയ്ൻ വന്നതും അവൻ സൂസിയെ തിരഞ്ഞെടുക്കുന്നു. അവളാണെങ്കിൽ ഞെട്ടിപ്പോയി. അവളെ നേരെ റൂമിലേക്ക് കൊണ്ടുപോയി ഷെയ്ന് അവളൊരു പെൺകുട്ടിയാണെന്നും അവളുടെ ഉണ്ടായ റെക്കോർഡ്സ് വലിച്ചെറിഞ്ഞ് ഫോട്ടോ എടുക്കാൻ വന്നതാണോ എന്ന് ചോദിച്ച് കണ്ണുപൊത്തി കിസ് ചെയ്യുകയാണ്. പിറ്റേന്ന് രാവിലെ സൂസി ഉണരുമ്പോൾ അവൻ്റെ ഛായാചിത്രം ഒരു കാർഡ് മാത്രമേ ഉള്ളൂ. അതുമായി മാനേജറിന് കൊടുത്തിട്ട് ദൗത്യം പരാജയപ്പെട്ടു. 20 ലക്ഷം രൂപയും തന്നു. സത്യം പറഞ്ഞാൽ അവനെന്നെ ഒന്നും ചെയ്തിട്ടില്ല. സോ കുറഞ്ഞ പക്ഷം സൂസി സുരക്ഷിതയാണ്. ദൗത്യം പരാജയപ്പെട്ടിട്ട് കുഴപ്പമില്ല എന്ന് മാനേജർ പറയുമ്പോൾ അവൾ കാർഡ് വാങ്ങി. അവളുടെ സഹോദരിക്ക് ചികിത്സയ്ക്കായി 2 ലക്ഷം പണം ആവശ്യമാണ്. അപ്പോൾ മാനേജർ മറ്റൊരു ജോലിയും കൂടി അവൾക്ക് കൊടുക്കുകയാണ്. ഒരു പുതിയ വർക്ക് ഓർഡർ വന്നിട്ടുണ്ട്. ശമ്പളം കൂടുതലാണ്, പക്ഷേ ജോലി അല്പം ബുദ്ധിമുട്ടുള്ളതാണ്. ഏകദേശം 5 ദശലക്ഷം ഡോളറാണ് തരുന്നത്. ജോലി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരു വികലാംഗനായ വിവാഹം കഴിക്കാൻ ഒരു പെൺകുട്ടിയെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നീ പോയി ആ വികലാംഗനോടൊപ്പം ഒരു രാത്രി ചെലവഴിക്കേണ്ടി വരും. അവളുടെ അനിയത്തിയുടെ ചികിത്സ ചിലവോർത്ത് മാത്രം അവൾ ആ ജോലി ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അപ്പോഴേക്കും അവളുടെ മാനേജർ ഷെയ്നെ വിളിച്ച് അവൾ സമ്മതിച്ച കാര്യം പറയുകയാണ്. അങ്ങനെ സൂസിയെ ഒരു പാർട്ടിലേക്ക് കൊണ്ടുവന്ന് അവളുടെ ദൗത്യത്തിൻ്റെ ലക്ഷ്യം ഇവിടെ നിന്നാണെന്ന് അവളോട് പറഞ്ഞ് വീൽ ചെയറിലിരിക്കുന്ന വികലാംഗനായ മിസ്റ്റർ യുവായ ഹീറോയെ കാണിച്ച് ഇതാണ് നിങ്ങളുടെ ലക്ഷ്യം. ഹീറോയെ 2 പേര് കളിയാക്കുന്നത് കണ്ട് സൂസിക്ക് അവനോട് സഹതാപം തോന്നുന്നുണ്ട്. സൂസി അവനെ നോക്കുന്നത് കണ്ട് സൂജിൻ അവനെ അറിയുമോ? സൂസി ഇല്ല എന്ന് പറഞ്ഞു. ശേഷം ഹീറോയുടെ അമ്മയെ കാണിച്ച് ആദ്യ ഭർത്താവിനെ കൊന്ന ഒരു സൈക്കോ ടൈപ്പ് സ്ത്രീയാണവർ. വീണ്ടും വിവാഹം കഴിച്ച് ഈ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അന്നേരം ഒരുത്തൻ ഹീറോയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അത് കണ്ട സൂസി അത് ആരാണെന്ന് ചോദിക്കുമ്പോഴാണ് അത് ഹീറോയുടെ 2ാം അച്ഛനായ ഷെയാണെന്നും സ്വത്തിനു വേണ്ടി അവൻ്റെ അച്ഛനെ കൊലപ്പെടുത്തിയത് ഇവരാണ്. പക്ഷേ ഇവിടെ ഹീറോയെ എല്ലാവരും ചേർന്ന് ഭീഷണിപ്പെടുത്തുന്ന തുടരുകയാണ്. ആ പുള്ളിയും അവൻ്റെ അമ്മയും ചേർന്നാണ് അവൻ്റെ അച്ഛനെ കൊന്നത്. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ മകൻ ജീക്ക് അദ്ദേഹത്തിന് സമമായ വ്യക്തിത്വമുണ്ട്. എന്നാൽ വികലാംഗനായ ഹീറോയ്ക്ക് അവർക്ക് കണ്ണിൽ കണ്ടുടാ. അമ്മ എഴുന്നേറ്റ് പോകുന്നതിന് പിന്നാലെ ഒരു പെൺകുട്ടിയും പോകുന്നുണ്ട്. ഈ പെൺകുട്ടിയാണ് നിങ്ങളുടെ തൊഴിലുടമ. അവളുടെ കുടുംബം വികലാംഗനുമായി ഹീറോയുമായി വിവാഹം ഉറപ്പിച്ചിരുന്നു. അവൾക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഈ വ്യക്തിയുമായി ഒരു വിവാഹം കഴിപ്പിക്കാനായി ഒരു പെൺകുട്ടി വേണമെന്ന് ബന്ധപ്പെട്ടത്. ഇവിടെ ഇവർ എല്ലാവരും ഹീറോയെ പൂളിൽ തള്ളിയിടാൻ ശ്രമിക്കുമ്പോൾ സൂസി അത് കാണുകയും ദേഷ്യത്തോടെ മുഖം മൂടിയൊക്കെ ധരിച്ച് അവരെ പൂളിൽ തള്ളിയിട്ട് കോട്ട് വെച്ച് കവർ ചെയ്ത് ഹീറോയെ റൂമിലേക്ക് വിടുന്നു. ഹീറോ അവൾക്ക് സഹായിച്ചതിന് നന്ദി പറയുകയും നീ പോകണം, നീ എന്നെ രക്ഷിച്ചു എന്ന് എൻ്റെ സഹോദരൻ അറിഞ്ഞാൽ അവൻ നിന്നെ പോകാൻ അനുവദിക്കില്ല. അപ്പോൾ സൂസി അവളുടെ മുഖം മൂടി ഊരിമാറ്റി അവൻ്റെ അടുത്തേക്ക് വന്ന് നീ എന്നോട് നന്ദി പറയേണ്ട കാര്യമില്ല, കാരണം ഞാനും അത്ര നല്ലവളല്ല. എന്നിട്ട് അവൾ അവൻ്റെ മേലിരുന്ന് അവനെ വശീകരിച്ച് അന്ന് രാത്രി അവർ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തു. തുടർന്ന് അവൾ സൂജിന് ഒരു മെസ്സേജ് അയച്ചു. 10 മിനിറ്റിനുള്ളിൽ തിരിച്ചെത്തുമെന്ന് പറയുന്നു. ഇത് അവളുടെ ഒരു പ്ലാൻ കൂടിയാണ്. അപ്പോഴേക്കും ഹീറോയുടെ എല്ലാവരും അവിടെ എത്തുന്നു. സത്യത്തിൽ വീട്ടുകാർ പറഞ്ഞുറപ്പിച്ച പെണ്ണിൻ്റെ കൂടി പ്ലാനാണ്. ഈ കാഴ്ച കണ്ടവൾ ആദ്യം തന്നെ എനിക്ക് ഈ വികലാംഗനെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. ഇപ്പോൾ അവൻ എന്നെ ചതിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇവനെ വിവാഹം കഴിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു പോകുന്നു. ഹീറോയുടെ അമ്മ അവൻ്റെ മുഖത്തൊരു അടി കൊടുത്തിട്ട് നീ ഒരു ഉപകാരമില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഹീറോയെ അടിക്കാൻ പോകുന്നു. പക്ഷേ സൂസി പെട്ടെന്ന് അവരുടെ കൈ പിടിച്ച് തടഞ്ഞ് നിങ്ങൾ എന്തിനാണ് അവനെ തല്ലുന്നത്? അവനൊരു തെറ്റ് പോലും ചെയ്തിട്ടില്ല. ഞാനാണ് തെറ്റ് ചെയ്ത് എന്ന് പറഞ്ഞതും അമ്മ അലറിക്കൊണ്ട് ഗാർഡ്സുകൾ വിളിച്ച് അവളെ അറസ്റ്റ് ചെയ്യാനായി ആജ്ഞാപിച്ചു. ഹീറോയുടനെ ദയവേത് അവളൊന്നും ചെയ്യരുത്, എനിക്ക് അവളെ വിവാഹം കഴിക്കണം. എന്തായാലും എന്നെ കൊണ്ട് ഒരു പ്രയോജനമില്ലല്ലോ. അല്ലെങ്കിൽ ഇവൾ എന്നെ വിട്ടുപോയാൽ അമ്മ പറഞ്ഞതുപോലെ നേഴ്സിംഗ് ഹോമിലേക്ക് പോകാമെന്ന് പറയുന്നു.
അപ്പോഴേക്കും ഹീറോയുടെ ചേട്ടനെത്തി. ഇതെങ്ങനെ മുന്നോട്ട് പോകും? നിങ്ങൾക്ക് ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കണം. ഞാനും അമ്മയും നിന്നെയും നിന്റെ അനിയത്തെയും നന്നായി നോക്കും. അതിന് ഹീറോയ്ക്ക് ഒന്നും പറയാനേ കഴിയുന്നില്ല. പിന്നെ അവരെല്ലാവരും പുറത്തു പോകുമ്പോൾ സൂസി ഹീറോയോട് ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നു. ഹീറോ വികലാംഗനാണ്. അതുകൊണ്ട് അവൾക്ക് മറ്റുള്ളവരെ പോലെ ഹീറോയെ ഇഷ്ടമല്ല. അവൻ്റെ അടുത്ത് വന്ന് തന്നെ പണത്തിനായിട്ടാണ്. സോ ഹീറോ തന്നെ വിവാഹം കഴിക്കൂ. ഞാൻ നിനക്ക് പകരം പണം തരാം. അത് വെറും 10 മില്യൺ അല്ല, എനിക്ക് 100 മില്യൺ വേണം. അതിനാൽ സൂസി ഹീറോയുടെ വീട്ടിലേക്ക് താമസം മാറ്റുകയാണ്. അവരെ കണ്ടതും അവൻ്റെ ചേട്ടൻ അവരെ സ്വാഗതം ചെയ്യുകയും 1-ാം നിലയിലാണ് അവൾക്ക് റൂം. അതിൻ്റെ അടുത്തായിരിക്കും എൻ്റെ റൂം എന്ന് പറയുമ്പോൾ ഹീറോ അത് നടക്കില്ല. എൻ്റെ ഭാര്യ എൻ്റെ കൂടെയാണ് താമസിക്കേണ്ടത്. ഹീറോയുടെ അമ്മ ഞങ്ങൾ അവൾക്ക് നല്ലത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ഇവൾ ഇവിടുത്തെ മരുമകളായി മാറണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞത് അനുസരിക്കണം എന്ന് പറഞ്ഞതിനാൽ അവൾ അതിന് സമ്മതിക്കുകയും ഹീറോയെ റൂമിലേക്ക് കൊണ്ടുപോകുന്നു. ഇയാൾക്ക് ഹീറോയ്ക്ക് കിട്ടുന്ന സ്വത്തായാലും സ്ത്രീയായാലും ഒന്നും കൊടുക്കില്ല. യുദ്ധം ചെയ്താലും എല്ലാം അവനിൽ നിന്ന് തട്ടിയെടുക്കണം എന്ന ചിന്തപ്പാടാണ്. രാത്രിയാകുമ്പോൾ ഹീറോയുടെ ചേട്ടൻ പാൽ ഗ്ലാസ്സിൽ മരുന്ന് ചേർത്ത് വേലക്കാരിയോട് അത് സൂസിക്ക് കൊടുക്കാനും അവൾ ഗ്ലാസ് മുഴുവൻ കുടിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് നിരീക്ഷിക്കാനായി പറയുന്നു. എന്നാൽ സൂസി മനഃപൂർവ്വം ജനാലയ്ക്കരികിൽ വന്ന് ആ ഗ്ലാസ്സിലെ പാല് മുഴുവൻ ചേട്ടനെ കാണിച്ച് കുടിക്കുകയാണ്. എന്നിട്ട് അയാൾ അവളുടെ റൂമിൽ കയറി അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും ഹീറോയുടെ അമ്മയെത്തുമ്പോൾ നീ എന്താടാ ഇവിടെ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ റൂമിലുണ്ടായത് സൂസിയല്ല, അത് വേലക്കാരിയാണെന്ന് മനസ്സിലാവുകയാണ്. ശേഷം എല്ലാവരും ഒത്തുചേരുമ്പോൾ അവൾ മനഃപൂർവ്വം എനിക്കിപ്പോൾ ഇവിടെ നിൽക്കാൻ തന്നെ പേടിയാണ്, ഞാൻ നിങ്ങളോടൊപ്പം ഇവിടെ നിന്നാൽ എന്നെ വീണ്ടും ശല്യപ്പെടുത്തും എന്ന് പറയുമ്പോൾ അമ്മ നിന്നെ പോലുള്ള ഒരു പെൺകുട്ടിക്ക് ഞങ്ങളുടെ വീട്ടിൽ ഇത്രയും എളുപ്പത്തിൽ വിവാഹം കഴിക്കാൻ കഴിയുമെന്ന് നീ കരുതുന്നുണ്ടോ? തീർച്ചയായും ഇല്ല. എൻ്റെ മൂത്ത മകൻ നിന്നെ കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയും. അത് നിന്റെ ഭാഗ്യമായിരിക്കണം എന്ന് പറഞ്ഞ് അയാളെ സപ്പോർട്ട് ചെയ്ത് സൂസി അവൻ്റെ റൂമിൽ കടത്താനായിട്ട് ഗാർഡ്സിനെ ഏൽപ്പിച്ചു. വേഗം ഹീറോ ഒരു കത്തിയെടുത്ത് അയാളുടെ കാലിലൊരു കുത്തു കൊടുത്തിട്ട് അയാളുടെ കഴുത്തിൽ ഒരു കത്തി വെച്ചിട്ട് അമ്മയെ ഭീഷണിപ്പെടുത്തി. സൂസിയെ തൊട്ടാൽ അവൻ രക്ഷപ്പെടില്ല. അതുകൊണ്ട് ദയവായി സൂസിയെ വെറുതെ വിടണം. അമ്മ ഗാർഡ്സിനെ വിട്ടയക്കുന്നു. ശേഷം റൂമിലെത്തുമ്പോൾ ഹീറോ പൊട്ടിക്കരയുന്നു. ഇതൊക്കെ നീ നേരിടേണ്ടി വരുമെന്ന് ഞാൻ കരുതിയേയില്ല. ഒരു നിമിഷം ഞാൻ ഇപ്പോൾ തന്നെ മുഴുവൻ പണം നിനക്ക് കൈമാറാം. നിനക്ക് ഇതിനെക്കുറിച്ച് നേരത്തെ അറിയാമോ എന്ന് സൂസി ചോദിക്കുമ്പോൾ ഹീറോയ്ക്ക് 6 വയസ്സുള്ളപ്പോൾ അവൻ്റെ അമ്മ അവൻ്റെ സഹോദരനും അവൻ്റെ അച്ഛനെ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വലിച്ചെറിഞ്ഞതാണ്. അപ്പോൾ അവളുടെ അമ്മയും അച്ഛനെയും അനിയത്തിയും ആരൊക്കെയോ ചേർന്ന് ബിൽഡിങ്ങിൽ മുകളിൽ തള്ളിയിട്ട കാര്യം ഓർക്കുന്നു. എല്ലാത്തിനുപരി എൻ്റെ അമ്മയുടെ രക്തമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഞാൻ അവരെ പോലെ ആകണം, അതും ക്രൂരനെ പോലെ. പക്ഷേ ഹീറോയിനെ അച്ഛൻ സത്യം ചെയ്യിപ്പിച്ചാണ് ഒരിക്കലും അമ്മയെപ്പോലെ ആകരുതെന്ന് പറഞ്ഞ്. ഇത് പറയുമ്പോൾ ഹീറോ കൂടുതൽ കരയാനായി തുടങ്ങി. സൂസി അവനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു. എന്നിട്ട് അവൻ അവളോട് പോകാനായി പറഞ്ഞു. ഈ സ്ഥലം അവൾക്ക് ശരിയാവില്ല എന്ന് പറയുമ്പോൾ സൂസി ഹീറോയെ കിസ് ചെയ്യുകയാണ്. പിറ്റേന്ന് സൂജിനെ കാണിക്കുകയാണ്. അവൻ സംസാരിക്കുന്നത് ആരോടുമല്ല, ഹീറോ തന്നെ. ഷെയ്ൻ എന്നുള്ള പേര് അവൻ്റെ രഹസ്യ ഐഡന്റിറ്റി ആണ്. ഇക്കാര്യം അവൻ്റെ സുഹൃത്തായ സൂജിന് മാത്രമേ അറിയൂ. സൂസിയെ ഇത്രയധികം ഇഷ്ടമാണോ? പക്ഷേ നിന്നെക്കുറിച്ചുള്ള സത്യം അവൾ കണ്ടെത്തുമ്പോൾ അവൾ നിന്നെ ഉപേക്ഷിക്കുമോ എന്ന് ചോദിക്കുമ്പോഴാണ് അറിയുന്നത് ഹീറോ ഇത്രയും വർഷങ്ങൾ അവൾക്കായിട്ടാണ് കാത്തിരുന്നത്. ഹീറോ അവളെ ഉള്ളപ്പോൾ പോകാൻ അനുവദിച്ചാൽ അവൾ ഹീറോയിൽ നിന്ന് കൂടുതൽ അകന്നു പോകും. എന്നാൽ ഹീറോയുടെ കുടുംബം വളരെ അപകടകാരികളാണ്. ഇപ്പോൾ നിങ്ങൾ സൂസിയെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവളെ സംരക്ഷിക്കേണ്ടതുണ്ട്. പക്ഷേ അടുത്തതായി ചെയ്യാൻ പോകുന്നത് കൂടുതൽ അപകടകരമാണെന്നും അതുകൊണ്ട് ഹീറോ കൂടുതൽ അവൾ വേണമെന്ന് ഹീറോ ആഗ്രഹിക്കുന്നത്. ഇതെല്ലാം ഒരു കടപ്പാടിൻ്റെ മേലിലാണ് ഹീറോ ചെയ്യുന്നത്. ഇവിടെ ഹീറോയുടെ സഹോദരൻ അവൻ്റെ സുഹൃത്തുക്കളൊപ്പം ക്ലബിൽ വന്നിരിക്കുകയാണ്. വികലാംഗനായ ഹീറോയെ കൊല്ലാൻ വരെ ദേഷ്യമായിരിക്കും ചേട്ടന്. അതിനാൽ ഹീറോയോട് പ്രതികാരം ചെയ്യാനായി സുഹൃത്തുക്കൾ ഓരോ നിർദ്ദേശം കൊടുത്തു. അവൻ്റെ പ്രതിശുദ്ധ വധുവിനെ കൊണ്ട് പ്രതികാരം ചെയ്യിച്ചുകൂടെ? എന്നാൽ സൂസി ഇതെല്ലാം കേൾക്കുന്നുണ്ടായി. അവൾ ഇവിടെ ഒരു വെയിറ്ററായിട്ടാണ് ജോലി ചെയ്യുന്നത്. അവളുടെ മുഖത്ത് മാസ്ക് ഉള്ളതിനാൽ തിരിച്ചറിയാനേ കഴിഞ്ഞില്ല. അവൻ്റെ സംസാരം കേട്ട് അവൾക്ക് അവനെ കൊല്ലാൻ തന്നെ ദേഷ്യമെന്ന് ഒരു കത്തിയെടുത്തു. അപ്പോഴേക്കും ഒരു സ്റ്റാഫ് വന്ന് അവരോട് മിസ്റ്റർ ഷെയ്ൻ ഇവിടെ എത്തുന്നുണ്ട്, കുറച്ചു നേരത്തേക്ക് എല്ലാ റൂമും അടയ്ക്കുമെന്ന് പറയുമ്പോൾ ഇവൾക്കും ദേഷ്യം വരികയാണ്. എന്തിനാണ് ആ ആളെ എല്ലായിടത്തും കാണുന്നതെന്നും അവൻ എൻ്റെ പദ്ധതികളെല്ലാം നശിപ്പിക്കുമെന്ന് ഓർത്ത് ശേഷം സ്റ്റാഫ് അവളെ മാറ്റി നിർത്തി മിസ്റ്റർ ഷെയ്നെ സ്വാഗതം ചെയ്യാൻ പോവുകയാണ്.
അവളോട് മിസ്റ്റർ ഷെയ്നെ നോക്കരുതെന്നും നീ കണ്ണടിച്ചു നിൽക്കണം. കാരണം ആരെങ്കിലും മിസ്റ്റർ ഷെയ്നെ നോക്കാൻ ശ്രമിച്ചാൽ അവൻ അവരുടെ കണ്ണുകൾ ചുഴന്നെടുക്കും. അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് പറയുന്നു. എന്നിട്ട് സൂസി എല്ലാ വെയിറ്റർമാരുടെ ഒപ്പം അവിടെ നിൽക്കുന്നു. ഹീറോ വന്നതും അവരെ കാണാത്ത രീതിയിൽ തിരിഞ്ഞു നിൽക്കുന്നു. എന്നാൽ ഹീറോ കടന്നു പോകുമ്പോൾ സൂസിയെ തിരിച്ചറിയുകയും അവിടെ അടുത്തേക്ക് വരികയും നീ അന്ന് ആ അൺവേഷം കെട്ടിയ പെൺകുട്ടിയല്ലേ എന്ന് പറയുകയും ഒരു വികലാംഗനെ വിവാഹം കഴിച്ചല്ലേ, അവൻ്റെ ചേട്ടനെ കൊല്ലാൻ പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് നീ ഇവിടെ വന്നതെന്ന് തോന്നുന്നു. ഇല്ല എന്ന് അവൾ പറയുമെങ്കിലും ഹീറോ എനിക്കതിൽ നിങ്ങളെ സഹായിക്കാനാകും. എന്നിട്ട് അയാൾ അവളെ ഇരുണ്ട റൂമിലേക്ക് കൊണ്ടുപോയി നിനക്ക് ഇവരിൽ ആരെയാണ് പ്രതികാരം ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അടിക്കാനായി ഒരു വടിയും കൊടുക്കുന്നു. നോക്കുമ്പോൾ ചേട്ടനെയും ചേട്ടൻ്റെ ഫ്രണ്ട്സിനെയും കണ്ണുപൊത്തി അവിടെ ഇരുത്തിയിട്ടുണ്ടാകും. അങ്ങനെ ആ വടിയെടുത്ത് സൂസി ഹീറോയുടെ ചേട്ടൻ്റെ അടുത്തേക്ക് വന്ന് ക്രൂരമായി മർദ്ദിച്ചു. അത് കാണുമ്പോൾ ഹീറോയ്ക്ക് സന്തോഷമാവുകയും അവളെ കൂടെ നിർത്താനുള്ള മോഹം കൂടുന്നു. ശേഷം ഹീറോയോട് അവൻ്റെ അസിസ്റ്റന്റ് ഗാർഡ്സുകൾക്ക് മിസ്സിസ് സൂസിയെ തടയാൻ കഴിഞ്ഞില്ലെന്നും അവൾ ഇതിനകം വീട്ടിലേക്ക് പോയി കഴിഞ്ഞെന്ന് പറയുന്നു. ഇവിടെ സൂസി റൂമിലേക്ക് വരുമ്പോൾ സൂസി വീൽ ചെയറിലിരുന്ന ഹീറോയെ കാണുന്നില്ല. ഇതിനർത്ഥം അവൻ എന്നോട് ശരിക്കും കള്ളം പറയുകയാണോ എന്ന് ചിന്തിക്കുമ്പോൾ റൂമിൽ നിന്ന് എന്തോ ശബ്ദം വരുന്നതായി അവൾ കേട്ടു. ചെന്ന് നോക്കുമ്പോൾ ഹീറോയുടെ കൈകൾ കെട്ടി നിലത്ത് കിടത്തിയിരിക്കുന്നു. അവൾ അത് കണ്ടതും വേഗം അവൻ്റെ കയ്യിൽ കെട്ടഴിച്ച് നിന്റെ അമ്മയാണോ നിന്നിവിടെ കെട്ടിയത്, അമ്മയുടെ ശിക്ഷയാണെന്ന് പറയുന്നു. അപ്പോഴേക്കും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. സൂസി വീട്ടിലേക്ക് പുറപ്പെട്ടെന്നറിഞ്ഞ ഹീറോ വേഗം തിടുക്കത്തിൽ വന്നതും സഹായോട് തന്നെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറഞ്ഞ് സഹായായിരിക്കും അവന് കെട്ടി ഇട്ടിരിക്കുക. ഇവിടെ വീട്ടിൽ ചേട്ടനെ ചാക്കിൽ കെട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഹീറോ മിസ്റ്റർ ഷെയ്ൻ ശരിക്കും നല്ലവനാണ്, അവനെ ഒരു പാഠം പഠിപ്പിക്കാൻ അദ്ദേഹത്തിനെ കൊണ്ട് കഴിഞ്ഞു. അപ്പോൾ സൂസി പറയുന്നത് അവനെ പോലുള്ള ഒരു സ്വാർത്ഥ വ്യക്തിക്ക് നല്ലവനാകാൻ കഴിയില്ല എന്നാണ്. സ്വന്തം നേട്ടത്തിന് വേണ്ടിയായിരിക്കണം അയാൾ ഇതെല്ലാം ചെയ്തെന്ന് കേൾക്കുമ്പോൾ ഹീറോ തന്നെ ഞെട്ടി. സൂസിക്കാണെങ്കിൽ ഷെയ്നോട് നല്ല വെറുപ്പുണ്ട്. പക്ഷേ അവനാണ് തൊട്ടടുത്തുള്ള കാര്യം അവൾക്കറിയില്ലല്ലോ. സൂസിയുടെ മാതാപിതാക്കൾ മരിച്ചുപോയെങ്കിലും അവളുടെ അനുജത്തി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവളുടെ ജീവൻ മാത്രമാണ് രക്ഷപ്പെട്ടത്. അവൾ ഇവിടെ ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് അവളുടെ മാതാപിതാക്കളെ കെട്ടിടത്തിൽ നിന്ന് വീഴ്ത്തിയ വിവരം അവൾ അറിയുന്നത്. അനിയത്തിക്കുള്ള ചികിത്സ സഹായം ചെയ്ത സൂചിനാണ്. അന്ന് തൊട്ടാണ് അവർക്ക് പരിചയം. എന്തിനാണ് തന്നെ സഹായിക്കുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ അവളുടെ അച്ഛനും അമ്മയും അവരെ സഹായിച്ചെന്നും അതുകൊണ്ട് തിരിച്ചൊരു സഹായമാണ്. ഇവിടെ ഇവൾ അനിയത്തിയെ കാണാൻ ഹോസ്പിറ്റലാണ്. അപ്പോൾ സൂചിനെ വിളിച്ച് ഹീറോയെക്കുറിച്ച് അന്വേഷിക്കാനായി പറഞ്ഞു. കാരണം അവന് ഒരു വൈകല്യമുള്ള ആളാണോ എന്നൊരു സംശയം അവൾക്കുണ്ട്. ഇവിടെ ചേട്ടൻ ഹോസ്പിറ്റലായിരിക്കും. പുള്ളിയുടെ കാലിന് ഒടിവുണ്ട്. ഇതെല്ലാം ആ മിസ്റ്റർ ഷെയ്നാണ് ചെയ്തത്. എനിക്ക് വേണ്ടി അമ്മ അവനോട് പ്രതികാരം ചെയ്യണമെന്ന് പറയുമ്പോൾ അമ്മ അവന് ഒരു അടി കൊടുത്തിട്ട് മിസ്റ്റർ ഷെയ്ൻ എത്ര ശക്തനാണെന്ന് നിങ്ങൾക്കറിയുമോ? നമ്മളിൽ ആർക്കും അവനെ തൊടാൻ പോലും പറ്റില്ല. എന്നാൽ അമ്മയ്ക്ക് വീട്ടിലുള്ള ഹീറോയുടെ സംശയം തോന്നി സെർവൻറ്റിനെ വിളിച്ച് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാനായി പറഞ്ഞു. അവൻ്റെ കാല് പരിശോധിക്കാനായി. സത്യത്തിൽ ഹീറോയുടെ കാല് അമ്മ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. ചേട്ടൻ കാലോടിച്ചത് എന്തിനാണ് ഈ ചെക്കപ്പ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മ ഡോക്ടറിനോട് കട്ടിലിൽ കിടത്തി പരിശോധിക്കാനായി പറയുന്നു. ഇതെല്ലാം സൂചിനും സൂസിയും പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായി. സൂസിക്ക് അവനെ സഹായിക്കണമെന്നുണ്ട്. പക്ഷേ ശരിക്കും അവൻ വൈകല്യമുണ്ടെന്നറിയണം. എന്നാൽ ഹീറോ ആ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് എല്ലാം ഹീറോയുടെ പക്ഷത്തായിരിക്കും. കള്ളം പറയുന്നത് അവർക്കൊരു പതിവായിരുന്നു. പരിശോധനയ്ക്ക് ശേഷം അവൻ ശരിക്കും വൈകല്യമുള്ളവനാണെന്നും ഒരിക്കലും സുഖപ്പെടുത്താൻ കഴിയില്ല. എന്നിരുന്നാലും അമ്മ ഈ വിശ്വാസമായില്ല. ഒരു കത്തിയെടുത്ത് കുത്താനായി പോയതും സൂസി അത് തടയുന്നു. സ്വന്തം മകനെ വിശ്വസിക്കാത്ത ഒരമ്മ എങ്ങനെ ഒരു അമ്മയാകും? അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനായത് കൊണ്ട് തന്നെ സൂസി അവനെ അവിടെ നിന്ന് എടുത്ത് മറ്റൊരിടത്തേക്ക് കിടത്തുകയാണ്. അപ്പോഴേക്കും സൂജിനും അവിടെ എത്തുകയും അവൾ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞു പോകുമ്പോൾ സൂജിൻ ചിരിക്കാനായി തുടങ്ങി. ആരും പേടിക്കുന്ന നിന്നെ ഇപ്പോൾ അവളൊരു രാജകുമാരി പോലെയാണ് നിന്നെ ചുമന്നുകൊണ്ട് നടക്കുന്നത്. അവൾ അവനെ പരിപാലിക്കുന്ന രീതി കാണുമ്പോൾ അവൾക്കും ഹീറോയോടും ഇഷ്ടമാണെന്ന് വ്യക്തമാണ്. സൂസി ഹീറോയ്ക്കൊപ്പം നിൽക്കുന്നത് അപകടമാണെന്നും അവളെ ഇനിവിടെ നിർത്താൻ പറ്റില്ലെന്ന് പറഞ്ഞതും സൂസി വരുന്ന സൗണ്ട് കേട്ട് ഹീറോ വേഗം നിലത്ത് കിടന്ന് ആക്ട് ചെയ്യുകയാണ്. അവൾ വന്നതും ഹീറോ അവളോട് നിന്റെ ദൗത്യമെല്ലാം കഴിഞ്ഞു എന്ന് പറയുന്നു. എല്ലാ ദൗത്യം പൂർത്തിയാക്കിയിട്ടേ പോകുന്നു പറഞ്ഞ് സൂസി അവൻ്റെ കഴുത്തിൽ അടിച്ചു. അവൻ ബോധരഹിതനായി. സത്യത്തിൽ അവന് നല്ല ബോധമുണ്ട്. അവളുടെ മുന്നിൽ അഭിനയിച്ചതാണ്. ഹീറോ പോയതിന് പിന്നാലെ അസിസ്റ്റന്റ് അവിടെ എത്തി സൂജിനോട് ബോസ് എവിടെയാണെന്ന് ചോദിക്കുന്നു. ഹീറോയ്ക്ക് മീറ്റിംഗ് ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാ ഡയറക്ടേഴ്സുമാർ വന്നിട്ടുണ്ടെന്ന് ഹീറോയോട് വിളിച്ചു പറയുമ്പോൾ സൂസി റൂമിലേക്ക് കയറി വന്ന് ആരോടാ നീ ഫോണിൽ വിളിക്കുന്നതെന്ന് ചോദിച്ചതും ഹീറോ ഫോൺ വേഗം മാറ്റി. ഹീറോയെ ഇവൾ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നെന്ന് വെച്ചാൽ മിസ്റ്റർ ഷെയ്ൻ
ഷെയ്ൻ്റെ അച്ഛൻ്റെ അവിഹിത മകനാണെന്ന് നടിക്കണമെന്നും അതും അവൻ്റെ ചേട്ടനോട് പ്രതികാരം ചെയ്യാനായിട്ട്. പക്ഷേ ഹീറോയ്ക്ക് മിസ്റ്റർ ഷെയ്നെക്കുറിച്ചും ഒട്ടും അറിയില്ല എന്ന് പറയുമ്പോൾ ഒന്നും അറിയേണ്ട കാര്യമില്ല, എല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് സൂസി അവൻ്റെ മറ്റേ കൈ കൂടി കെട്ടി തടവിലാക്കി. അവൾ പോയെന്ന് മനസ്സിലാക്കിയ ഹീറോ വളരെ എളുപ്പത്തിൽ അവൻ്റെ കൈ പിടിച്ച് ഫോണെടുത്ത് അസിസ്റ്റൻ്റെ വിളിച്ചതും സൂസി റൂമിലേക്ക് വന്ന് കാണുന്നത് നടക്കുന്ന ഹീറോയാണ്. അത് കണ്ട അവൾ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, എന്താ പറ്റിയത്? നീ നിലത്ത് കിടന്ന് നടിക്കാൻ പോകുന്നില്ലേ? കാരണം അവൾക്ക് നേരത്തെ അറിയാമായിരുന്നു ഹീറോയ്ക്ക് നടക്കാൻ കഴിയുമെന്നുള്ളത്. ഒരു ദിവസം അവൻ വീൽചെയറിൽ ഇല്ലാതിരുന്നപ്പോൾ അവൻ്റെ കാൽപാദം കണ്ടതായി പറഞ്ഞതും ഹീറോ ക്ഷമാപണം നടത്തി. നിന്നോട് കള്ളം പറയാൻ താല്പര്യമുണ്ടായിട്ടല്ല, വികലാംഗനാണെന്ന് നടിച്ചില്ലായിരുന്നെങ്കിൽ അമ്മയും ചേട്ടനും എളുപ്പത്തിൽ എന്നെ ഉപേക്ഷിക്കുമായിരുമെന്നും ആരെ വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അവൾ എല്ലാ കരാറുകൾ അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞു പോകുമ്പോൾ വേഗം ഹീറോ അവളെ പെട്ടെന്ന് ബെഡിൽ കിടത്തി. നീ എന്നെ രക്ഷിക്കണം, എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാണ്, അതുകൊണ്ട് ദയവായി എന്നെ ഉപേക്ഷിക്കരുത് എന്ന് പറയുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു പെൺകുട്ടി അകത്തേക്ക് വരുന്ന സൗണ്ട് കേൾക്കുന്നു. അവളുടെ പേര് ലിന്. ലിന് വന്നയുടനെ അവൾ സൂസിയെ തള്ളി മാറ്റി, വിഷമിക്കേണ്ട യുവാൻ, ഞാൻ ഇവിടെയുണ്ട്, ആരെയും നിന്നെ ഉപദ്രവിക്കാൻ ഞാൻ അനുവദിക്കില്ല. അവളും ഹീറോയുടെ ഒരു പ്രതിശുദ്ധ വധുവും കൂടിയാണ്. അമ്മ സൂസി കേൾക്കെ, ഹീറോ നിനക്കുള്ളതാണ്, നിന്റെയും അവൻ്റെ വിവാഹം ഞാൻ നടത്തുമെന്ന് ഉറപ്പു നൽകി. ശേഷം സൂസി സൂജിനെ കാണാനായി പോവുകയാണ്. അവൻ അവളോട് എല്ലാ വിവരങ്ങളും ശരിയാണെന്ന് ചോദിക്കുമ്പോൾ സൂജിൻ അവൻ വികലാംഗനല്ല, ഇതൊഴികെ ഞാൻ നിങ്ങളോട് കള്ളം പറഞ്ഞിട്ടില്ല, അവൻ എന്നെ ഒരു ഉപകരണമായിട്ടാണ് ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറയുമ്പോൾ സൂജിൻ അവൻ കുടുംബസ്വത്ത് കിട്ടാനായിട്ട് കാത്തിരിക്കുകയല്ല, മറിച്ച് അവൻ്റെ അച്ഛൻ അമ്മയെപ്പോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്നെന്നും അവിടെ അതിജീവിക്കാൻ വേണ്ടി അവൻ വികലാംഗനാണെന്ന് നടിക്കുകയാണ്. അച്ഛനെ സഹായിക്കുകയല്ലാതെ അവന് മറ്റൊരു മാർഗമില്ലെന്ന് പറയുന്നു. മറുവശത്ത് ഹീറോയുടെ അമ്മ അവൻ്റെ ഗാർഡ്സുകളെ ഒരു റൂമിൽ കൊണ്ടുവന്ന് പൂട്ടിയിടുകയാണ്. അപ്പോഴേക്കും സൂജിനെ വിളിച്ച് സൂസി തന്നെ കാണാൻ ആഗ്രഹിക്കുന്നെന്ന് പറയുന്നു. അവന് സന്തോഷമായെങ്കിലും അവൾ ഇപ്പോഴുള്ള യുവാനിയല്ല, മിസ്റ്റർ ഷെയ്നെ സംസാരിക്കാനാണെന്ന് പറയുന്നു. സോ അരമണിക്കൂറിനുള്ളിൽ ക്ലബിൽ എത്തണമെന്ന് പറയുന്നു. സോ അരമണിക്കൂറിൽ അവൾ ക്ലബിലെത്തും, അതുകൊണ്ട് നീയും ആ സമയത്ത് എത്തണം. അവന് വേറെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ ജനാലെ കൂടെ ചാടി പ്ലാൻ ചെയ്യുകയാണ്. വേഗം പടികൾ കയറി വസ്ത്രം മാറി ഓഫീസിലെത്തുന്നു. അവിടെ സൂസി തന്നെ കാത്തിരിക്കുന്നുണ്ടായി. എന്തിനാണ് എന്നെ കാണാൻ വന്നതെന്ന് ചോദിക്കുമ്പോൾ സൂസി, എനിക്ക് നിങ്ങളുമായി ഒരു കരാറുണ്ടാക്കാനുണ്ട്. ഞാൻ കുടുംബത്തിന്റെ സ്വത്ത് മുഴുവൻ വൈകല്യമുള്ള യുവാനുള്ളതാണെന്നും അവനത് ലഭിക്കണം, പക്ഷേ അവൻ്റെ അച്ഛൻ്റെ സ്വത്തുകൾ. അപ്പോൾ ഹീറോ, നിങ്ങൾ അവനെ സഹായിക്കുകയാണോ അത് അവൻ്റെ ജീവൻ രക്ഷിക്കുകയാണോ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇത് ശരിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പാതി പണം അവൻ തരുമെന്ന് പറഞ്ഞതും ഹീറോ ഒരു നിബന്ധന വയ്ക്കുകയാണ്. ഞാൻ എപ്പോൾ വിളിച്ചാലും നീ എൻ്റെ അരികിൽ വരണമെന്ന്. അവളുടെ ഈ ഡിമാൻഡ് നടപ്പിലാക്കുമെന്ന വിശ്വാസത്തോടെ ഷെയ്ൻ പറഞ്ഞ ഡിമാൻഡിന് അവൾ സമ്മതിച്ചിട്ട് പോവുകയാണ്. അവൾ പോയതും ഹീറോ വേഗം വസ്ത്രമഴിച്ച് അരമണിക്കൂറിനുള്ളിൽ വേഗം വീട്ടിലേക്ക് പോയി. ഹീറോ വീട്ടിലെത്തിയുടനെ അവൻ പെട്ടെന്ന് വസ്ത്രം മാറി. എന്നാൽ ആ സമയത്ത് ലിന് വരുന്നത് കേൾക്കുമ്പോൾ അവൻ പെട്ടെന്ന് ബോധം കെടുന്നതായി നടിച്ചു. ലിന് അവനെ ആ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ പേടിച്ചെങ്കിലും ബോധം വരാനായി അവൾ ഹീറോയെ വലിച്ചു കൊണ്ടുപോയി ബാത്തപ്പിലിട്ട് കുളിപ്പിക്കുകയാണ്. കറക്റ്റ് ടൈമിലായിരിക്കും സൂസി വന്ന് തടയാൻ ശ്രമിച്ചു. ലിൻ ഹീറോയെ കൊല്ലാൻ തന്നെ നോക്കിയതാണ്. സൂസി വന്നത് കൊണ്ട് തന്നെ അവന് ഒരു ആശ്വാസമാവുകയും കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചു. ശേഷം സൂസി ഹീറോയുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഷെയ്നിൻ്റെ അനിയനാണ്, DNA ടെസ്റ്റ് എടുത്തിട്ടുണ്ട്, തന്നെയാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞ് മിസ്റ്റർ ഷെന്നിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എന്നാൽ അത് അമ്മ തടയുന്നു. അന്നേരം ലിന്നു വന്ന് എല്ലാവർക്കും മുന്നിൽ സൂസി അവളെ അടിച്ച്, എന്നെ കെട്ടാൻ പോകുന്നതിന് തൊടാൻ പോലും നിനക്കെങ്ങനെ ധൈര്യം വന്നു? ഇവിടെ അവൻ്റെ ചേട്ടൻ ഈ സത്യങ്ങളെല്ലാം അറിയുകയാണ്. ഹീറോ മിസ്റ്റർ ഷെന്നിൻ്റെ ഇളയ സഹോദരനാകാൻ എങ്ങനെ സാധിക്കും? ഇതെങ്ങനെ തുടരാൻ എനിക്ക് കഴിയില്ല, കുടുംബസ്വത്ത് എനിക്ക് ലഭിക്കണം, അച്ഛനെ പോലെ കൊല്ലാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് വീട്ടിലെത്തുന്നു. അവിടെ അമ്മയും ഹീറോയും സൂസിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. എല്ലാവരും വന്നപ്പോൾ സൂസി കമ്പനിയുടെ പാതി ഓഹരികൾ ഹീറോയുടെ പേരിൽ മാറ്റാനായും ഹീറോയെ കമ്പനി പ്രസിഡന്റ് ആക്കാനായി ആവശ്യപ്പെട്ടു. എന്നാൽ ഒപ്പക്കിട്ട് തിരിച്ചു പോകുമ്പോൾ ഹീറോയെ കാണുന്നില്ല. ജിയായിരിക്കും കൊണ്ടുപോയത് എന്നറിഞ്ഞ അമ്മയും സൂസിയും ടെറസിലേക്ക് വരുമ്പോൾ ടെറസിന്റെ അരികിൽ നിർത്തിയിരിക്കുന്നു. അയാൾ അച്ഛനെ എങ്ങനെയാണ് അടിച്ചെന്നും ഇവിടെ തന്നെ നിൽക്കുകയായിരുന്നു, ഞാനാണ് തള്ളിയിട്ട് വീഴ്ത്തിയ കാര്യം സൂസിയോട് പറയുമ്പോൾ സൂസി അവനോട് അവനെ വെറുതെ വിടാനായി പറഞ്ഞു. അവനൊന്നും ചെയ്യരുത്, എന്നാൽ അതൊന്നും അയാൾ കേട്ടില്ല. സോ സൂസി വേഗം അയാളെ പിടിച്ച് ഹീറോയെ ഉപേക്ഷിച്ചില്ലെങ്കിൽ എൻ്റെ കൈകൾ കൊണ്ട് ഇവ മരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തതിനാൽ പേടിച്ചവർ ഹീറോയെ വെറുതെ വിടുകയാണ്. ഹീറോ ആണെങ്കിൽ അഭിനയിച്ച് തകർക്കുകയാണെന്ന് സൂസിക്ക് നല്ലോണം അറിയാം. പിറ്റേന്ന് രാവിലെ സൂസിക്ക് സൂചി വിളിച്ച് ഒരു പാർട്ടിയിൽ പങ്കെടുക്കാനായി അവളോട് പറയുന്നു. അതൊരിക്കത് ഹീറോ തന്നെയാണ്. സൂസിക്കൊപ്പം ഹീറോ മാസ്ക് ധരിച്ചായിരിക്കും വരിക. പിന്നെ അവിടെ മറ്റു രണ്ടുപേരും വരികയാണ്. അത് മറ്റാരുമല്ല, അമ്മയും ചേട്ടനാണ്. കരാറുണ്ടാക്കാനായി. സത്യത്തിൽ അവർ കരുതിയത് യുവാൻ ഷെയ്ൻ്റെ അനിയനാണ്. സോ അവനോട് ചെയ്തതിന് ക്ഷമ ചോദിക്കുന്നു. പക്ഷേ സൂസി അവരെ ഒരു പാഠം പഠിപ്പിക്കാനായിട്ട് അവരുടെ കഴുത്തിലെ മാലയും കമ്മലും എല്ലാം ഊരിയെടുപ്പിക്കുന്നു. ഇവിടെ ലിന്ന് സൂസിയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും
കണ്ടെത്തിയിരിക്കുകയാണ്. സൂസി വന്നത് അവളുടെ അമ്മയും അച്ഛനും കൊന്നതിന്റെ പ്രതികാരം ചെയ്യാനാണ്. ഞാൻ അവളെ കൈകാര്യം ചെയ്തു കൊള്ളാമെന്ന് പറയുന്നു. എന്നിട്ട് സൂസിയുടെ സഹോദരിയെയും തട്ടിക്കൊണ്ടുപോയി. സഹോദരിയുടെ അവസ്ഥ വളരെ വഷളായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് സൂസി വിളിച്ചു പറയുന്നു. ഇവിടെ ഹീറോയും അമ്മയും ഷെയ്നെ കാണാനായി വന്നിരിക്കുകയാണ്. അപ്പോൾ സൂസി അപകടത്തിലാണെന്ന് ഹീറോ അറിഞ്ഞപ്പോൾ ഉടൻ തന്നെ അവളെ രക്ഷിക്കാനായി ഓടി. അവനോടുന്നത് കണ്ടപ്പോൾ അവനൊരു വികലാംഗനല്ലാന്ന് അവൻ്റെ അമ്മയ്ക്ക് മനസ്സിലായി. ഇവിടെ സൂസിയെ രക്ഷിക്കാനായി ഹീറോ എത്തുമ്പോൾ അവൻ തൻ്റെ വ്യക്തിത്വം വെളിപ്പെടുത്തുകയും ലിന്നി ഞെട്ടുന്നു. ഹീറോയുടെ ഐഡന്റിറ്റി പുറത്തിറങ്ങിയതോടെ ഇത്രയും നാളും തന്നെ പറ്റിക്കുകയാണെന്ന് എന്നറിഞ്ഞ സൂസി ഹീറോയുടെ ദേഷ്യത്തിലായിരിക്കും. അപ്പോഴേക്കും ഹീറോ ആദ്യമായി അവളെ കണ്ട കാര്യം പറയുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് അവൻ്റെ ചേട്ടൻ കാലോടിച്ച് ആശുപത്രിയായിരുന്നപ്പോൾ ഓപ്പറേഷൻ നടക്കാൻ പോവുകയായിരുന്നു. എന്നാൽ ചില ഗുണ്ടകൾ എത്തി ഓപ്പറേഷൻ തടഞ്ഞിരുന്നു. അപ്പോൾ സൂസി വന്ന് അവരെ അടിച്ചു വീഴ്ത്തിയത് കാരണം ചികിത്സ നടന്നത്. ആദ്യമായിട്ട് അവളെ കണ്ടപാടെ ഹീറോയ്ക്ക് ഇഷ്ടമായി എന്നവളോട് പറഞ്ഞ് അവളുടെ വിഷമങ്ങളെല്ലാം കുറയ്ക്കുന്നു. ശേഷം സൂസി ഹീറോയ്ക്ക് അപകടം പറ്റിയെന്നറിഞ്ഞു വരുന്നു. എന്നാൽ ഭാഗ്യം കൊണ്ട് ഹീറോയ്ക്ക് ഒന്നും തന്നെ സംഭവിച്ചില്ല. അങ്ങനെ സൂസിയും ഹീറോയും ഒരുമിച്ച് അവൻ്റെ അമ്മയ്ക്കെതിരായി എല്ലാ തെളിവുകളും ശേഖരിച്ച് അമ്മയെ ജയിലടിക്കുന്നു. പിന്നീട് അമ്മയുടെ കയ്യിൽ സൂക്ഷിച്ച ആഭരണ പെട്ടി ഹീറോയുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. നിങ്ങളുടെ അമ്മയ്ക്ക് ഇതെല്ലാം വളരെ ഇഷ്ടമാണ്. വളരെ കരുതലോടാണ് ഇത്രയും നാൾ നോക്കിയത്. എനിക്ക് സംശയം തോന്നിയതുകൊണ്ടാണ് ഞാനിത് എടുത്തതെന്ന് പറയുമ്പോൾ അത് ഹീറോയുടെ അച്ഛൻ്റെ പണം പൂട്ടിവെച്ചിരുന്ന പെട്ടിയാണ്. ആ ഒരു പെട്ടി ഹീറോ നേരെ അവൻ്റെ മുത്തശ്ശൻ്റെക്ക് അടുത്തേക്ക് കൊണ്ടുപോയി. മുത്തശ്ശനാണെങ്കിൽ ആ പെട്ടി കണ്ടതും ആകെ ഫീലായിട്ട് ഹീറോയുടെ നിന്റെ ഭാര്യയുടെ അടുത്തേക്ക് പൊക്കോ എന്ന് പറഞ്ഞ് അവനോടിക്കുന്നു. ഇവിടെ സൂസി അവന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരിക്കും. ഇതോടെ ഈ ഡ്രാമ അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം.